എങ്ങനെയാണ് ഇത് സഹിക്കുക, ഈ വീടും അന്തരീക്ഷവും എത്രത്തോളം? സത്യത്തിലൊരു ബാലഹത്യ പോലെ ആയിപ്പോയി. നമ്മുടെ ഇത്തരം ഓരോ പൈതലിൻ്റെ മരണം ഉണ്ടാകുമ്പോഴും ഇത് അവസാനത്തേതായിരിക്കണമേ എന്നാണ് പ്രാർത്ഥന കേരളത്തിൻ്റെ. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന്. കാരണം ഒരു സംഭവം ഉണ്ടായ ആ സംഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകും, ഓഡിറ്റ് നടത്തും. ഇത് നമ്മുടെ കുട്ടികളുടെ ജീവൻ കൊണ്ടുള്ള കളിയാണ്. അത് സുരക്ഷയൊരുക്കുന്നതിൽ ജാഗ്രതയില്ലെങ്കിൽ നമ്മൾ ആരോട് മറുപടി വരാണ്? ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായാൽ മതിയാകും. അങ്ങനെയല്ലേ ഇനി അടുത്തൊരു 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ടില്ല. ഇതോടുകൂടി ഇത്തരം സംഭവങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ നടപടികൾ അനിവാര്യമാണെന്ന് സംശയമില്ല. കുടുംബത്തിനെ കൂടി ചേർത്ത് പിടിക്കണ്ടേ? വീടിൻ്റെ ഒക്കെ അവസ്ഥ തീർച്ചയായിട്ടും ഈ കുടുംബം നമ്മുടെ ഇപ്പം നാടിൻ്റെ മുഴുവൻ ഒരു വേദനയായിട്ട് മാറിയിരിക്കുകയാണ്. ആ അമ്മയുടെ ഇപ്പം ഇന്നത്തെ വരവൊക്കെ കുവൈറ്റിൽ കുടുംബം പോറ്റാൻ രക്ഷയില്ലാതെ 2 മക്കളെ ഇവിടെ വിട്ടിട്ട് പോകേണ്ടി വരുന്ന ഒരു മാതാവിൻ്റെ അവസ്ഥ. അവിടെ വെച്ച് മാതാവിനെ ഈ ഒരു സ്വന്തം മകൻ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അതൊന്നും വിവരിക്കാൻ പറ്റാത്തവണ്ണം നമ്മൾ ഏറ്റെടുത്തതാണ്. ഈ കുടുംബത്തോടൊപ്പം നമ്മൾ പൂർണ്ണമായിട്ടുണ്ടാവും. അവരുടെ ചെയ്യും. കോൺഗ്രസ് പാർട്ടി എന്ന നിലയിലും തീർച്ചയായിട്ടും പാർട്ടി ഇതിൻ്റെ കൂടെ നിൽക്കും. കുടുംബത്തെ സഹായിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും.